ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 9. കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള സംവാദം. അന്ന് വ്യാഴാഴ്ചയായിരുന്നു. സൂര്യോദയ സമയം. വ്യാഴഗ്രഹത്തിൻ്റെ സമയമാണ് അപ്പോൾ. ഒരു മുറിയിൽ ഞാനും ശ്രീ തിരുമലദാസവും അഗാധ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു. സുന്ദരമായ ഒരു സൂര്യപ്രകാശം അകത്തേക്ക് വന്നു. അത്യത്ഭുതം! ഞങ്ങൾ രണ്ടുപേരും ശ്രേഷ്ഠമായ ആ സൂര്യരശ്മികളിൽ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ രൂപം കണ്ടു. സൂര്യപ്രകാശം മുറിയിൽ കടന്നപ്പോൾ തന്നെ ഞങ്ങൾ ധ്യാനാവസ്ഥയിൽ നിന്ന് സാധാരണ നിലയിലേക്ക് എത്തിയിരുന്നു. ഏറ്റവും പവിത്രമായ ശുഭകരമായ ശ്രീപാദ ശ്രീവല്ലഭ രൂപം 16 വയസ്സുള്ള ഒരു ബാലനായിട്ട് കാണുവാൻ കഴിഞ്ഞത് ഭഗവാന്റെ മഹത്തായ ഉദാരമായ കൃപ കൊണ്ടാണ്. ആ മനോഹരമായ മംഗളരൂപം ഒരു നിമിഷം ഞങ്ങൾക്ക് ദർശനം തന്നു, പിന്നെ അപ്രത്യക്ഷമായി. ഭഗവാന് നിവേദിക്കുവാൻ വെച്ച കടല സൂര്യരശ്മികൾ ഏറ്റ് ലോഹക്കഷ്ണങ്ങളായി തീർന്നു. അത് ആശ്ചര്യകരവും അസ്വാസ്ഥ്യജനകവുമായ ഒരു കാര്യമായിരുന്നു. ഭഗവാൻ പ്രത്യക്ഷനായത് ഒരു അനുഗ്രഹ ലക്ഷണമായിരുന്നു. കടല ലോഹമായത് ദൈവകോപത്തിൻ്റെ ലക്ഷണമായിരുന്നു. തിരുമലദാസു പറഞ്ഞു തുടങ്ങി. എൻ്റെ കുട്ടി ശങ്കരഭട്ട്, എൻ്റെ ആതിഥ്യം സ്വീകരിച്ചതിനു ശേഷം അങ്ങേക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഗുരുവാപുരത്തേക്ക് പുറപ്പെടാം. ഭഗവാൻ ശ്രീദത്തൻ അനുവാദം തന്നു കഴിഞ്ഞു. വ്യാഴാഴ്ച മധ്യാഹ്ന സമയത്ത് ദത്തക്ഷേത്രങ്ങളിൽ ഭഗവാൻ ദത്തൻ ഭിക്ഷ തേടും. ഇത് വളരെ ശുഭകരമായ സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീമാൻ, ഓരോ ദിവസവും നാം ശ്രീദത്തനെ സ്മരിച്ചുകൊണ്ടും ശ്രീദത്തൻ്റെ കഥകൾ വിസ്തരിച്ചു പറഞ്ഞുകൊണ്ടും സമയം ചെലവഴിക്കുന്നു. നാം നിവേദിക്കുവാൻ വെച്ച കടല ലോഹക്കഷ്ണങ്ങളായി തീർന്നു എന്നത് വേദനാജനകമാണ്. എൻ്റെ സംശയങ്ങൾ പരിഹരിച്ചാലും. തിരുമലദാസു ഇപ്രകാരം പറഞ്ഞു. എൻ്റെ മകനെ, കലിയുഗം മുന്നോട്ടു പോകുമ്പോൾ കുറച്ചു നൂറ്റാണ്ടുകൾക്കു ശേഷം നാസ്തിക ചിന്താഗതി പരക്കുന്നു. അസാധാരണവും വിസ്മയകരവുമായ പല അത്ഭുത സംഭവങ്ങളിലൂടെ ഭഗവാൻ നിരീശ്വരവാദത്തെ നശിപ്പിക്കുകയും ആസ്തിക്യത്തെ വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജീവികളെ അനുഗ്രഹിക്കുന്നു. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ അവതാരം കൊണ്ട് ഭഗവാൻ ദത്തൻ ഭാവിയിൽ ധർമ്മം ഉറപ്പിച്ചു നിർത്തുന്നതിനുള്ള പദ്ധതികൾക്ക് വിത്ത് പ്രദാനം ചെയ്യുന്നു. ലോഹത്തിൽ ചൈതന്യം നിദ്രാവസ്ഥയിൽ കിടക്കുന്നു. ലോഹാവസ്ഥയിലും അന്തർലീനമായി പ്രാണനുണ്ട്. ലോഹങ്ങളുടെ വിവിധ രാസപ്രക്രിയകൾ കൊണ്ട് പ്രാണൻ ഉത്ഭവിക്കുന്നു. പ്രാണനിൽ മനസ്സ് അന്തർലീനമായുണ്ട്. പ്രാണരൂപത്തിൽ ചൈതന്യം ഒരു അർദ്ധനിദ്രാവസ്ഥിതിയിലാണ്. ഇത് നമ്മൾക്ക് മരങ്ങളിൽ വ്യക്തമായി കാണാം. മയക്കുമരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് ഈ സ്ഥിതി തൻ്റെ ദേഹത്തിൽ അനുഭവപ്പെടുന്നു. പ്രാണശക്തിയായി തന്നെ പ്രകാശിപ്പിച്ച പ്രകൃതി പരിണാമത്തിന് ശേഷം നേടിയ വികസിതമായ നിലയിൽ മനസ്സിൽ കൂടി പ്രവർത്തിക്കുവാൻ പഠിക്കുന്നു. ഈ അവസ്ഥ ജന്തുക്കളിൽ കാണുവാൻ കഴിയും. പൂർണ്ണമായ വികാസം വന്ന ഒരു മൃഗത്തെ മനുഷ്യൻ എന്ന് വിളിക്കുന്നു. മനസ്സ് അതിൻ്റെ മുഴുവൻ ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നുവെങ്കിലും മനസ്സിൽ സാധാരണ മനസ്സിനതീതമായ ഒരു അതിമനസ്സുണ്ട്. അത് അന്തർലീനമാണ്. മനുഷ്യന് യോഗത്തിൽ കൂടി പൂർണ്ണ മനുഷ്യനാകാൻ കഴിയും. മൂലാധാര കേന്ദ്രത്തിൽ കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉത്തേജിപ്പിക്കുവാനും അതിനെ സഹസ്രാര ബിന്ദുവിലേക്ക് കൊണ്ടുപോകാനും കഴിയും. അവിടെ അയാൾ സവികൽപ്പ നിർവികൽപ്പാവസ്ഥകൾ കൈവരിക്കുന്നു. ആ സ്ഥിതിയിൽ കൂടി പരംജ്യോതി സ്വരൂപനായ ശ്രീ ഗുരുവുമായി താതാത്മ്യസ്ഥിതി അനുഭവിക്കുന്നു. ആ അവസ്ഥയിൽ അയാൾ അനിർവചനീയമായ ആനന്ദം അനുഭവിക്കുന്നു. എന്നാൽ മഹാസങ്കല്പമനുസരിച്ച് പെരുമാറുന്നു. അതുകൊണ്ട് അയാൾക്ക് കർമ്മബന്ധനങ്ങളില്ല. ആ മഹാസങ്കല്പ സ്വരൂപം അചിന്ത്യമാണ്, ഭാവനാതീതമാണ്. മഹാപ്രചണ്ഡമായ വേഗവും അതിനുണ്ട്. അതിമനസ്സ് കേവലം ശ്രീ പ്രഭുവിൻ്റേത് മാത്രമാണ്. ഭഗവാൻ ശ്രീപാദൻ ഓരോ നിമിഷവും കോടിക്കണക്കിന് പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നു. ധാർമ്മികമായ ന്യായമായ ഓരോ പ്രാർത്ഥനയ്ക്കും അദ്ദേഹം മറുപടി നൽകുന്നു. ക്ലേശത്തെ പരിഹരിക്കുന്നു. ന്യായമായ ഓരോ ആവശ്യവും സാധിപ്പിക്കുന്നു. ഒരു മനുഷ്യ മനസ്സിൻ്റെ വേഗത്തെ ഒരു ആമയുടെ വേഗത്തോട് ഉപമിക്കാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതിമനസ്സിൻ്റെ വേഗം മഹാപ്രചണ്ഡവും ഊഹാതീതവുമാണ്. വെളിച്ചത്തിൻ്റെ വേഗവും ആ അതിമനസ്സിൻ്റെ വേഗത്തിന് തുല്യമല്ല.
ഒരു മനുഷ്യൻ്റെയോ മറ്റു ജീവിയുടെയോ ഒരു ചെറിയ പ്രാർത്ഥന പോലും അദ്ദേഹത്തിൻ്റെ എണ്ണമറ്റ രശ്മികളിലേക്ക് എത്തണം. അദ്ദേഹമാണ് ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ശക്തികൾക്കും അവലംബം. അദ്ദേഹത്തിൻ്റെ ലോകത്തിലെ പ്രകാശം എപ്പോഴും പ്രകാശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന അത്യുജ്വലമായ രശ്മികളുടെ പ്രകാശമല്ലാതെ മറ്റൊന്നുമല്ല. കോടി കോടി സൂര്യന്മാരുടെ ദീപ്തിയാണത്. കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളിൽ പ്രകാശിക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒന്നിച്ചു ചേർന്ന പ്രകാശം പോലും സൂര്യനു നേരെ പിടിച്ച ഒരു ചെറിയ മെഴുകുതിരി വെളിച്ചം പോലെ മാത്രമായിരിക്കും. എൻ്റെ കുട്ടി, ഇതാണ് ശ്രീപാദ ശ്രീവല്ലഭൻ്റെ യഥാർത്ഥവും കൃത്യവുമായ പ്രകൃതം. തൻ്റെ സ്വതന്ത്രവും അതിരറ്റതുമായ അനുകമ്പ മൂലം നിരാകാരനും നിർഗുണനുമായ അപാരമായ ശക്തിയും അപരിമിതമായ അറിവും അനന്തമായ വ്യാപ്തിയുമുള്ള ആ രൂപം മനുഷ്യരൂപത്തിൽ ശ്രീപാദ ശ്രീവല്ലഭനായി ദർശനം നൽകി. ഇത് മനസ്സിലാകണമെങ്കിൽ മനുഷ്യൻ അതിനുവേണ്ട പൂർണ്ണതയും ധാരണാശക്തിയും നേടിയിരിക്കണം. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ദിവ്യരൂപം. മനുഷ്യൻ്റെ ദൈവികതയിലേക്കുള്ള പരിണാമം അനിവാര്യമാണ് എന്നതുപോലെ ദൈവം തൻ്റെ അനന്തമായ പരിധികളെ ചുരുക്കിക്കൊണ്ട് താഴെ തലങ്ങളിലേക്ക് വരുന്നു. ഇതിനെ അവതാരം എന്ന് പറയുന്നു. ഇത് തുടർച്ചയായ ഒരു യോഗ പ്രക്രിയയാണ്. സൃഷ്ടിയിൽ സത്യത്തെ ഒരിക്കൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും അനായാസമായും പ്രവർത്തിക്കുന്നു. സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അനന്തതയുടെയും മൂർത്തീകരണമായ ശ്രീപാദ ശ്രീവല്ലഭൻ സൃഷ്ടിയിൽ വിവിധങ്ങളായ സത്യങ്ങളെ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങി വന്ന നിരതിശയമായ ദിവ്യാവതാരമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ദത്തഭഗവാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീമാൻ, ഞാൻ അങ്ങയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ പല പുതിയ കാര്യങ്ങളും വെളിപ്പെടുന്നു. ശ്രീപാദൻ്റെ യഥാർത്ഥ പ്രകൃതം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ്. അദ്ദേഹത്തിൻ്റെ മഹത്തായ തിളക്കമാർന്ന ജീവചരിത്രം എങ്ങനെയാണ് എഴുതേണ്ടത്, എന്ത് വ്യാഖ്യാനങ്ങളോട് കൂടിയാണ് എഴുതേണ്ടത് എന്നെനിക്കറിയുകയില്ല. സത്യത്തെ പ്രതിഷ്ഠിക്കുന്നതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തെ പ്രതിഷ്ഠിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒന്ന് വിശദീകരിക്കാമോ? തിരുമലദാസു പറഞ്ഞു. പ്രിയപ്പെട്ട ശങ്കരഭട്ട്, ഭഗവാന്റെ ജീവചരിത്രം എഴുതുവാൻ ഉദ്ദേശിക്കപ്പെട്ട ആൾ നിങ്ങളാണ്. നിങ്ങൾ കണ്ടുമുട്ടുന്ന ശ്രീപാദ ഭക്തന്മാരുടെ അനുഭവങ്ങൾ എഴുതൂ. അവർ പറയുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തൂ. നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല. ശ്രീപാദ ശ്രീവല്ലഭൻ തന്നെ നിങ്ങളുടെ എഴുത്തിൻ്റെ മാധ്യമത്തിൽ കൂടി തൻ്റെ ജീവചരിത്രം എഴുതിച്ചുകൊള്ളും. നിങ്ങൾ അതിൽ കൂടുതൽ ആലോചിക്കുന്നതിൽ അർത്ഥമില്ല. മനുഷ്യൻ പലതരം ആഹാരങ്ങൾ ഭക്ഷിക്കുന്നു. അവ ദഹിച്ചു ചേരുകയും ദേഹത്തിന് ശക്തി നൽകുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളിൽ മനുഷ്യൻ്റെ ബുദ്ധിയോ ഇടപെടലോ ഇല്ല. മനുഷ്യൻ്റെ ചുമതല ഭക്ഷണം ആർജിക്കുന്നതിൽ ഒതുങ്ങുന്നു. അതിനുശേഷം ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ കർത്തവ്യം അത് ആന്തരികമായി പാകം ചെയ്യുകയും ദേഹത്തിന് ശക്തി നൽകുകയുമാണ്. അതായത് ഭക്ഷണം സമ്പാദിക്കുക എന്നത് നിങ്ങളുടെ കടമയാണ്. കഴിക്കുന്ന ഭക്ഷണത്തെ സ്വാംശീകരിക്കുകയും ശക്തി നേടുകയും ചെയ്യുക ദേഹത്തിൻ്റെ കടമയാണ്. മനുഷ്യന് ഒരു മനസ്സുള്ളതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യവുമുണ്ട്. തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശരീരത്തിന് അങ്ങനെയുള്ള സ്വാതന്ത്ര്യമില്ല. ഭക്ഷണത്തെ സ്വാംശീകരിച്ച് ശക്തി നേടത്തക്ക വിധം ദഹിച്ചു ചേരുവാൻ പാകമാക്കിക്കൊള്ളണം. അത് ഭക്ഷണം കഴിച്ച ആളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ അനായാസമായി ചെയ്യുന്ന ഒരു സ്വാഭാവികമായ പ്രവൃത്തിയാണ്. അതായത് ശരീരത്തിന് ഒരു ചുമതല കൊടുത്തു, അതിനോട് അനുബന്ധിച്ച് ഒരു സത്യം സ്ഥാപിക്കപ്പെട്ടു. സത്യത്തിൻ്റെ തത്വമനുസരിച്ച് നടക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ പ്രയത്നമോ ഇച്ഛയോ കൂടാതെ താനേ നടന്നുകൊള്ളും. ഈ പ്രകൃതിയിലെ അഥവാ സൃഷ്ടിയിലെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളും സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നു. സൂര്യോദയവും അസ്തമനവും ഋതുക്കളും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഗതിയും ഇതുപോലെ നടക്കേണ്ടതുണ്ട്. ഇത് അലംഘനീയമായ ഒരു നിയമമാണ്. കാര്യങ്ങൾ മറ്റൊരു വിധത്തിൽ സംഭവിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവയ്ക്ക് നൽകപ്പെട്ടിട്ടില്ല. സർവ്വവ്യാപിയായ ഭഗവാൻ ഈ സൃഷ്ടിയിലെ ജീവികളോടുള്ള കാരുണ്യം കൊണ്ട് അദ്ദേഹം നിശ്ചയിച്ച കർത്തവ്യങ്ങളിൽ ഒരു പരിധിവരെ ഇളവ് നൽകുന്നു. കൃതയുഗത്തിൽ ഇച്ഛ കൊണ്ട് മാത്രം എല്ലാം നേടുന്നു. ത്രേതായുഗത്തിൽ യജ്ഞങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും കാര്യങ്ങൾ കൈവരുന്നു. ദ്വാപരയുഗത്തിൽ അവ മന്ത്രങ്ങളുടെയും അസ്ത്രങ്ങളുടെയും വിന്യസനം കൊണ്ട് കൈവരിക്കപ്പെടുന്നു. കലിയുഗത്തിൽ തന്ത്രശാസ്ത്രത്തിനു പ്രാധാന്യമുണ്ട്. ഈ യുഗത്തിൽ യന്ത്രങ്ങളുടെ ഉപയോഗം കൊണ്ട് ഫലങ്ങൾ നിറവേറുന്നു. യുഗധർമ്മങ്ങൾ അനുസരിച്ച് സരളീകരണം നടക്കുന്നു. ജനങ്ങളുടെ ശക്തിയും ബുദ്ധിയും കുറയുന്നത് കൊണ്ട് സരളീകരണം എന്ന നയം നിശ്ചയിക്കപ്പെട്ടു.
ശ്രീപാദൻ്റെ ദർശനം നിരന്തര ധ്യാനം കൊണ്ട് കൈവരുന്നു. 3 പകലും 3 രാവും തുടർച്ചയായി ശ്രീപാദനാമം ഉരുവിടുകയും ശ്രീപാദനെ ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് ശ്രീപാദൻ നേരിട്ട് ദർശനം നൽകുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ അധഃപതനത്തിനുള്ള 1,00,000 മാർഗങ്ങൾ തേടുന്നുവെങ്കിൽ ദൈവം അവനെ ഉയർത്തുവാൻ 10,00,000 മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ശ്രീ ദത്തഭഗവാൻ തൻ്റെ അവതാരങ്ങളിൽ കൂടിയും സിദ്ധന്മാരിലും യോഗികളിലും അവധൂതന്മാരിലും വലിയ സിദ്ധികളിലും കൂടിയും ഈ സൃഷ്ടിയുടെ ഭരണം നടത്തുന്നു. ശ്രീപാദൻ വാസ്തവത്തിൽ പൂർവ്വയുഗങ്ങളിലെ ശ്രീ ദത്തൻ തന്നെയാണോ എന്ന് ഒരു ചെറിയ വിത്ത് പോലെ അങ്ങയുടെ മനസ്സിൽ ഉണ്ട്. ഈ സംശയത്തെ നീക്കുവാനായി ശ്രീപാദൻ അങ്ങ് കാഴ്ചദ്രവ്യമായി നൽകിയ കടല ലോഹകഷ്ണങ്ങളാക്കി മാറ്റി. അനസൂയ മാതാവ് വീണ്ടും അവയെ ഭക്ഷ്യയോഗ്യമായ കടലയാക്കി മാറ്റി. താൻ പണ്ടുകാലത്തെ ശ്രീ ദത്തനല്ലാതെ മറ്റാരുമല്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത്. ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അങ്ങയുടെ ജാതകത്തിലെ വ്യാഴഗ്രഹം ഇപ്പോൾ ക്ഷയിച്ച അവസ്ഥയിലാണ്. വ്യാഴഗ്രഹവും കടലയും തമ്മിൽ ബന്ധമുണ്ട്. ഈ സൂചന കൊണ്ട് ശ്രീപാദൻ വ്യാഴത്തിൻ്റെ ക്ലേശം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വിത്തിൻ്റെ അവസ്ഥയിലാണ് ഉള്ളതെന്ന് അറിയിച്ചതായിരിക്കാം. ഒരിക്കലും മുളയ്ക്കാതിരിക്കാനായി അവയെ ലോഹമാക്കുകയും ചെയ്തു. ശ്രീപാദൻ തൻ്റെ ദിവ്യ മനോമണ്ഡലത്തിൽ സങ്കല്പിക്കാത്ത ഒരു വസ്തുവും ഈ സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുന്നില്ല. അദ്ദേഹം തൻ്റെ ദിവ്യ മനോമണ്ഡലത്തിൽ കാണാതെ ഒരു ജീവിയും ഈ സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യതയില്ല. ഇത് പരമമായ സത്യമാണ്. സത്യത്തെ സംബന്ധിച്ച അറിവ് നല്ലപോലെ ഉറപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അത് അറിയുന്നവരെല്ലാം ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷരായാൽ പോലും നഷ്ടമൊന്നും സംഭവിക്കുകയില്ല. അർഹിക്കുന്ന ആൾ സൃഷ്ടിയിൽ പ്രവേശിക്കുന്നതോടെ ആ അറിവ് സ്വയം അയാളോട് ചേർന്നിട്ടുണ്ടാകും. ദൈവിക ശക്തികളും ദീർഘായുസ്സുകളായ യോഗികളും ദിവ്യാവതാരങ്ങളും നാശമില്ലാത്തവയുടെ തത്വത്തിൽ ഉൾപ്പെടുന്നു. മനുഷ്യർ നാശമുള്ളവയിലും ഉൾപ്പെടുന്നു. വിനാശമില്ലാത്തതിൻ്റെ തത്വം ഒരു പ്രത്യേകതരം അറിവോ പദവിയോ പ്രഭാവമോ ഉറപ്പാക്കണമെന്ന നിബന്ധനയില്ല. അതിൻ്റെ പ്രകൃതി സ്വാതന്ത്ര്യത്തിൻ്റേതാണ്. അത് മുഴുവനും പൂർണ്ണവുമാണ്. അത് ഏറ്റവും പഴയതും ഏറ്റവും പുതിയതുമാണ്. ഒരു കാര്യവും കാരണമില്ലാതെ സംഭവിക്കുന്നില്ല. എല്ലാ കാരണങ്ങൾക്കും എല്ലാ കർമ്മങ്ങൾക്കും ഒരേ ഒരു തത്വമാണ് അടിസ്ഥാനം. അത് എല്ലാറ്റിനും മുകളിലാണ്. അതാണ് ഭഗവാൻ ദത്തൻ്റെ പ്രകൃതി. ആ ദത്തഭഗവാൻ കലിയുഗത്തിൽ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ എല്ലാ ശക്തികളോടും കൂടി ശ്രീപാദ ശ്രീവല്ലഭനായി പീഠികാപുരത്ത് അവതരിച്ചു. 1000 പത്തികളുള്ള ആദിശേഷനു പോലും അത്തരം മഹത്വമുള്ള ശ്രീപാദ ശ്രീവല്ലഭനെ സ്പഷ്ടമായി വർണ്ണിക്കുക അസാധ്യമാണ്. എൻ്റെ കുട്ടി, താൻ നൃസിംഹ സരസ്വതിയായി അവതരിക്കുമെന്ന് ശ്രീപാദൻ പലപ്പോഴും പ്രസ്താവിച്ചിരുന്നു. ഹിരണ്യകശിപു വളരെ അസാധാരണങ്ങളായ വരങ്ങൾ നേടി. അദ്ദേഹത്തിൻ്റെ മരണം അസാധ്യമായിരിക്കും എന്ന തോന്നലുണ്ടായി. എന്നിട്ടും ആ വരങ്ങളെ ലംഘിക്കാതെ നരസിംഹ അവതാരം ഊഹിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഹിരണ്യകശിപുവിനെ കൊന്നു. മഹാഭക്തനായ പ്രഹ്ലാദൻ രക്ഷിക്കപ്പെട്ടു. തൻ്റെ ദൈവം ഒരു തൂണിലുണ്ടെന്ന് പ്രഹ്ലാദൻ ദൃഢമായി പറഞ്ഞു. സ്വാമി തൂണിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. കലിയുഗത്തിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ധാരാളം സംശയങ്ങൾ ഉയർന്നുവരും. കലിയുഗ ഹിരണ്യകശിപുമാരുടെ അഹങ്കാരത്തെ അമർച്ച ചെയ്യുവാനും പ്രഹ്ലാദനെ പോലുള്ള ഭക്തന്മാരെ രക്ഷപ്പെടുത്തുവാനുമായി ശ്രീദത്തൻ അവതരിച്ചു. നരസിംഹാവതാരത്തിൻ്റെ പ്രത്യേകത ദൈവം ഉണ്ടെന്ന് തെളിയിക്കുന്നതിൽ ആയിരുന്നു. ശ്രീപാദ ശ്രീവല്ലഭനും നരസിംഹ സരസ്വതിയും 2 പ്രധാനപ്പെട്ട നിയോഗങ്ങളോടുകൂടി ദൈവനിന്ദ ചെയ്യുന്നവരെ അടക്കിവെക്കുകയും ഭക്തന്മാരെ കൺപോളകൾ കണ്ണിനെ എന്നതുപോലെ സംരക്ഷിക്കുകയും ചെയ്യുക ഈ പ്രപഞ്ചത്തിലേക്ക് വന്ന 2 ദത്താവതാരങ്ങളാണ്. ശ്രീപാദന് സാധിക്കാത്തതായി ഒന്നുമില്ല. തിരുമലദാസു ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സംശയം എൻ്റെ മനസ്സിലേക്ക് ഇഴഞ്ഞുകയറി. ഞാൻ ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതം ഭൂർജപത്രത്തിൽ, അതായത് പൂവരശ് വൃക്ഷത്തിൻ്റെ ഇലയിൽ എഴുതുകയായിരുന്നു. ഭാവിയിൽ എന്തുതരം വസ്തുവിന്മേലായിരിക്കും ജനങ്ങൾ ഈ ചരിതാമൃതം എഴുതുക? അക്കാലത്ത് ശാലിവാഹന ശകം നടപ്പിലുണ്ടായിരുന്നു. ഭാവിയിൽ ഹൂണ, ഇംഗ്ലീഷ് ശകം പ്രാധാന്യം നേടുമെന്ന് ശ്രീപാദൻ അറിയിച്ചു. ശ്രീകൃഷ്ണൻ്റെ നിര്യാണം എന്നാണ് ഉണ്ടായത്? ഏത് തീയതിക്കാണ്, ഏത് സമയത്താണ് കലിയുഗം തുടങ്ങിയത്? ശ്രീപാദ ശ്രീവല്ലഭൻ ഇവയെപ്പറ്റിയെല്ലാം ഭാവിയിൽ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാലഗണന അനുസരിച്ച് അവർക്ക് പിന്നീട് ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ഇലയിൽ എഴുതുകയാണെങ്കിൽ അദ്ദേഹം വാസ്തവത്തിൽ ദത്തൻ്റെ അവതാരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കും.
എൻ്റെ ഈ സംശയങ്ങൾ ഞാൻ തിരുമലദാസുവിനോട് വെളിപ്പെടുത്തുകയായിരുന്നില്ല. ഞാൻ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നടിച്ചുകൊണ്ടിരുന്നു. ഞാൻ ചെറുതായി ചിരിക്കുകയും ഇടയ്ക്കൊക്കെ ലോഹക്കടലയെ നോക്കുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് തിരുമലദാസുവിൻ്റെ ശബ്ദം പരുഷമായി. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാതായി. ഞാൻ ശ്രീപാദൻ്റെ ജീവചരിത്രം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായ കർണകഠോരമായ ഒരു ശബ്ദം കേട്ടു. ആ സ്ഫോടന ശബ്ദം കേട്ടതിന് ശേഷം എനിക്ക് തീരെ ചെവി കേൾക്കാതായി. ഒരു നിമിഷം കൊണ്ട് ഞാൻ ബധിരനായി. തിരുമലദാസു മൂകനുമായി. തിരുമലദാസു എന്തോ പറയുവാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഒരു വാക്കുപോലും പുറത്തു വന്നില്ല. ഞാൻ കേൾക്കാൻ പരിശ്രമിച്ചുവെങ്കിലും എനിക്ക് ചെറുതായി പോലും ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഞാൻ ഇടം കൊടുക്കാൻ പാടില്ലായിരുന്ന അങ്ങനെയുള്ള ഒരു സംശയമുണ്ടായതിൽ വലിയ ദുഃഖം തോന്നി. അതിൻ്റെ ഫലമായി ഞാൻ ബധിരനായി. ഇത് ശാശ്വതമായ ഒരു വൈകല്യമായിരിക്കില്ല. ദൈവമേ, ഇനി എന്താണ് ചെയ്യേണ്ടത്? കാഴ്ചദ്രവ്യമായ ലോഹക്കടല ശ്രീപാദരാജം ശരണം പ്രപദ്യേ എന്ന ഒരു വാക്യമായി. അതിനിടയിൽ നിവേദിക്കാനായി വെച്ചതും ലോഹകഷ്ണങ്ങളായി തീർന്നതുമായ കടല അവിടെ നിന്നു നീങ്ങി ശ്രീപാദരാജം ശരണം പ്രപദ്യേ എന്ന രൂപത്തിൽ തെലുങ്ക് അക്ഷരങ്ങളിലുള്ള ഒരു വാക്യമായി നിന്നു. അവയുടെ മേൽ ഒരു ചെറിയ വെളുത്ത ഇലയുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കിയിരിക്കെ അത് വലുതായി. അത് ദീർഘചതുരാകൃതിയിലായി. അത് ഭൂർജപത്രത്തേക്കാൾ വളരെ കനം കുറഞ്ഞതായിരുന്നു, മിനുസമായിരുന്നു. അക്ഷരങ്ങൾ കറുത്ത നിറത്തിൽ ഭംഗിയായി എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. തെലുങ്കു ഭാഷയിൽ ഇപ്രകാരം എഴുതപ്പെട്ടു: ശ്രീകൃഷ്ണൻ്റെ ചരമം ക്രിസ്തുവർഷം മുമ്പ് 3102 ഫെബ്രുവരി 18 രാത്രി 2:27:30 സംഭവിച്ചു. അത് പ്രമാദി എന്ന സംവത്സരമായിരുന്നു. ചൈത്രമാസം ചാന്ദ്രമാസത്തിലെ ആദ്യപക്ഷത്തിലെ പാദ്യമി വെള്ളിയാഴ്ച, അശ്വിനി നക്ഷത്രം. ശ്രീകൃഷ്ണൻ്റെ നിര്യാണത്തിന് ശേഷം കലി പ്രവേശിച്ചു. ഞാൻ അത്യധികമായി വിയർത്തുകൊണ്ടിരുന്നു. എൻ്റെ ദേഹത്തിലെ വെള്ളമെല്ലാം വിയർപ്പായി പുറത്തു വന്നുകൊണ്ടിരുന്നു. ശ്രീപാദൻ അദൃശ്യനായി അവിടെയുണ്ടെന്ന് എനിക്ക് തീർച്ചയായിരുന്നു. ഞാൻ ചിന്തിച്ചു, എന്ത് ദൗർഭാഗ്യമാണിത്! ഞാൻ കുരുവപുരത്ത് എത്തണമെന്നതിൻ്റെ വളരെ വ്യത്യസ്തമായൊരു സൂചനയാണോ ഇത്? ശ്രീപാദൻ നരസിംഹരൂപമെടുത്ത് എന്നെ കൊല്ലുകയാണെങ്കിൽ പോലും ആശ്ചര്യപ്പെടാനില്ല. അദ്ദേഹം തിരുമലദാസുവിനോട് ഒരു വസ്ത്രം അലക്കുന്നതുപോലെ എന്നെ അടിച്ചു നനച്ച് ഉണക്കുവാൻ പറയുകയാണെങ്കിൽ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? ഭഗവാൻ ആജ്ഞാപിക്കുകയാണെങ്കിൽ തിരുമലദാസു തീർച്ചയായും എന്നെ പാറമേൽ അടിച്ചു നനച്ച് ഉണക്കുവാനായി തൂക്കിയിടും. ജ്ഞാനികളാണെന്ന് വീമ്പ് പറയുന്ന ചില ഗുരുക്കന്മാർ ആത്മജ്ഞാനികളാണെന്ന് നടിക്കുന്നു. അവർ സാധാരണഗതിയിൽ ശിഷ്യന്മാർക്ക് ബ്രഹ്മജ്ഞാനം പകർന്നു നൽകുമ്പോൾ അവരിൽ നിന്ന് പണം പിഴിഞ്ഞെടുക്കുവാൻ വേണ്ടി അവരിൽ പ്രശംസകൾ ചൊരിയുന്നു. ശിഷ്യനും തന്നെ ഗുരു പ്രശംസിച്ചു എന്ന് ഉദ്ഘോഷിക്കുകയും അഹങ്കാരത്തോടെ പെരുമാറുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഗുരുക്കന്മാരും ശിഷ്യന്മാരും നിന്ദ അർഹിക്കുന്നവരാണ്. ശ്രീപാദൻ്റെ മഹത്വമാണ് ബ്രാഹ്മണ ജാതിയിൽ ജനിച്ച എനിക്കും അലക്കുകാരൻ്റെ ജാതിയിൽ പിറന്ന തിരുമലദാസുവിനും പരമോന്നതമായതിനെക്കുറിച്ചുള്ള ജ്ഞാനം പഠിപ്പിച്ചു തന്നത്. സമീപ പ്രദേശത്തു താമസിച്ചിരുന്നവരെല്ലാം തൊഴിൽ ഏർപ്പെട്ടവരായിരുന്നു. അവരാരും അങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരുന്നില്ല. അവർ അത് ചർച്ച ചെയ്യാറുമില്ല. എന്തുതന്നെയായാലും ശ്രീപാദ ശ്രീവല്ലഭനായിരുന്നു എൻ്റെ ഏക ആശ്രയം. ഞാൻ തിരുമലദാസുവിനെ നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖം ശാന്തവും ബ്രഹ്മ തേജസ് കൊണ്ട് ശോഭിക്കുന്നതുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, തിരുമലദാസു ഒരു ബ്രാഹ്മണനാണ്. അഴുക്കായ മനസ്സുള്ള ഞാൻ ഒരു അലക്കുകാരനാണ്. നൈവേദ്യമായി വെച്ചതും ലോഹ കഷ്ണങ്ങളായി മാറിയിരിക്കുന്നതുമായ കടല ക്രമേണ മുമ്പുണ്ടായിരുന്നതുപോലെ ആയി. ശ്രീപാദൻ എന്നോട് ക്ഷമിച്ചു എന്നെനിക്ക് മനസ്സിലായി. അല്പസമയത്തിന് ശേഷം ആ വെളുത്ത ഇല അപ്രത്യക്ഷമായി. തിരുമലദാസു പറഞ്ഞു, എൻ്റെ മകനെ ശങ്കരഭട്ട്, കലിയുഗം ലോഹങ്ങളുടെ ഒരു യുഗമാണ്. ഈ കാലഘട്ടം മാലിന്യങ്ങളുടെ ഒരു മിശ്രിതമാണ്. ശ്രീപാദൻ്റെ ആജ്ഞയനുസരിച്ച് മരണശേഷം കുറച്ചു കാലം ഹിരണ്യലോകത്തിൽ താമസിച്ചതിന് ശേഷം എനിക്ക് വീണ്ടും മഹാരാഷ്ട്രത്തിൽ ജനിക്കേണ്ടതുണ്ട്. തിരുമലദാസ് വീണ്ടും പറഞ്ഞു, ഒരിക്കൽ ഞാൻ അലക്കിയ വസ്ത്രങ്ങൾ ശ്രീപാദൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് സുമതി മഹാറാണിയുടെ അമ്മാവനായ ശ്രീധരാവധാനി ശ്രീപാദനെ എടുത്തു നടന്ന് കളിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ദത്തദിഗംബര 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 അവധൂത എന്ന് ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ ശ്രീപാദന് പ്രായം 2 വയസ്സായിരുന്നു. ശ്രീപാദൻ സന്തോഷം കൊണ്ട് ഒച്ച വെച്ച് കളിക്കുകയായിരുന്നു. കൗതുകകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. ഞാൻ ഇങ്ങനെ ഉച്ചരിച്ചു, ശ്രീപാദ ശ്രീവല്ലഭ ദത്ത ദിഗംബര. ശ്രീധരാവധാനി എന്നെ നോക്കി.
അപ്പോൾ ശ്രീപാദൻ പറഞ്ഞു, നൃസിംഹ സരസ്വതി ദത്തദിഗംബര. ശ്രീപാദൻ ഇപ്രകാരം അദ്ദേഹം തന്നെയാണ് മുമ്പ് ദത്തനായിരുന്നത്. കാലഘട്ടത്തിൻ്റെ തിരശീലയിൽ അദ്ദേഹം അപ്പോൾ ശ്രീപാദ ശ്രീവല്ലഭനാണ്. ആ ചിത്രം മാഞ്ഞു പോകുമ്പോൾ അദ്ദേഹം നൃസിംഹ സരസ്വതിയായി പ്രത്യക്ഷപ്പെടും എന്ന് സ്വന്തം ശൈലിയിൽ പഠിപ്പിച്ചു. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.